ആരാണ്ട് വിളിച്ചറിയിച്ച പോലെയാണല്ലോ ഞങ്ങള് വന്നപ്പോ തന്നെ പുറത്തേക്ക് ഇറങ്ങിയത്. ഇത് നിന്റെ തറവാട് സ്വത്തൊന്നും അല്ലല്ലോ. അതുകൊണ്ട് ഞങ്ങൾക്ക് ഇഷ്ടമുള്ളപ്പോ വരും പോവും. ആ നേരത്തെ ചിലപ്പോ കണ്ടെന്നൊക്കെ വരും. അല്ലെങ്കിൽ തന്നെ ഞങ്ങൾക്ക് വലിയ താല്പര്യമൊന്നുമില്ല ഈ വേഷങ്ങളെ കാണാൻ. എന്റെ അമ്മ ഉൾപ്പെടെയുള്ളവരുടെ കാര്യമാ പറഞ്ഞത്. നിർത്തടി. വിഷു ആയിട്ടേ നീ കൂടെ കൂടിയത് മനസ്സിനകത്ത് നേരും നന്മയില്ലാത്ത ഒരുത്തിക്കൊപ്പോ. അതുകൊണ്ടേ അടുത്ത വിഷുവിന് മുൻപ് നിനക്ക് കേൾക്കാൻ പാടില്ലാത്ത പല വാർത്തകളും കേൾക്കേണ്ടി വരും. അല്ലെങ്കിൽ തന്നെ കണ്ണേട്ടനെ തകർക്കാൻ നോക്കിയവളാണ് ഇവള്. അങ്ങനെയുള്ള ഒരുത്തിയെ നീ എന്തുകൊണ്ടാ സ്നേഹിക്കുന്നതെന്ന് മനസ്സിലാവുന്നില്ല. ആദ്യമൊക്കെ മൂത്താങ്ങളെ കരയിച്ച ഇവളോട് നിനക്ക് ദേഷ്യമായിരുന്നു. അത് നീ എന്നോട് തുറന്നു പറഞ്ഞിട്ടുമുണ്ട്. അങ്ങനെയുള്ള ഒരുത്തിക്കൊപ്പം വിഷുവിന്റെ അന്ന് ആരെങ്കിലും അമ്പലത്തിലേക്ക് വരുവോടി? ഇവളാണല്ലോ ഇപ്പൊ ഈ അഹങ്കാരിക്ക് ശമ്പളം കൊടുക്കുന്നത്. അതിന്റെ നന്ദിയായിരിക്കും ഈ കാണിക്കുന്നത്. സ്വന്തം അമ്മയും ആങ്ങളമാരെയും മറന്നിട്ട് നീ ഇവളെ സ്നേഹിക്കുന്നുണ്ടല്ലോ. നിനക്കെതിരെ വേണ്ട സമയത്ത് വേണ്ട മറുപടി ദൈവം തന്നോളൂ. അങ്ങനെ വരുമ്പോ മൊത്തത്തിൽ ഞാനങ്ങ് വാങ്ങിച്ചോളാം. അതിന്റെ പങ്ക് പറ്റാനേ നിങ്ങൾ ആരും വരേണ്ട കാര്യമില്ല. അടുത്ത വിഷുവിന് നീ അമ്പലത്തിലേക്ക് വരുമല്ലോ. അപ്പൊ ഒറ്റയ്ക്കായിരിക്കില്ലല്ലോ, നിന്റെ ഒക്കത്ത് ഒരു കുഞ്ഞും കാണുമല്ലോ. ആ കുഞ്ഞിന്റെ അച്ഛൻ ആരാന്ന് ലോകത്താർക്കും അറിയില്ലെങ്കിലും ഇവൾക്കറിയാം. ആ കുഞ്ഞ് ആരുടെ ചോരയാണെന്ന്. നിന്റെ അച്ഛന്റെയും മുത്തശ്ശിയുടെയും കയ്യിലിരിപ്പുണ്ടല്ലേ നിന്റെ കുഞ്ഞ് പോയത്. ആ കുഞ്ഞിനെ പ്രസവിച്ചിരുന്നേ അതിന് ഒരുപാട് അച്ഛനമ്മമാരുണ്ടെന്ന് പറഞ്ഞാ നിനക്കത് സഹിക്കാൻ പറ്റുമോ? അതിന് ദേ എന്റെ കരണമോള് ഇവളെ പോലെ കണ്ണീ കണ്ട ആണുങ്ങൾക്കൊപ്പേ തെണ്ടി തിരിഞ്ഞ് നടക്കുന്ന ഒരുത്തി അല്ലടി. ഇപ്പൊ കണ്ണേട്ടനും ലക്ഷ്മിയേടത്തിയും തമ്മിൽ തെറ്റിപ്പിരിഞ്ഞ് നടക്കുന്നതുകൊണ്ടാ ഇവള് നമ്മുടെ കുടുംബത്തിൽ കഴിയുന്നത്. അല്ലെങ്കിൽ ജോലി പോലും ഇല്ലാത്ത ഇയാൾക്കൊപ്പം ഇവൾ ഒരു നിമിഷം പോലും കഴിയില്ലായിരുന്നു. ഇവള് സ്നേഹിക്കുന്നതേ സമ്പത്തിനെയാ. അതുകൊണ്ട് ഉണ്ണേട്ടൻ സൂക്ഷിച്ചോ. നാളെ മടിയിൽ കനമുള്ള ഒരാള് ഇവളുടെ പിന്നാലെ വന്നാലേ ഇവള് അയാളെ ആട്ടിവിടാനൊന്നും പോകുന്നില്ല. ആ സമയത്ത് ഉണ്ണേട്ടനെ ആട്ടിവിട്ടിട്ട് ഇവള് അയാളുടെ പിന്നാലെ പോവും. അമ്പലമായിപ്പോയി. അല്ലെങ്കിൽ വിഷു കൈനീട്ടും നിന്റെ കാരണത്തിൽ തന്നേനെ ഞാൻ. എന്നെ തല്ലിയാലേ നിന്റെ കവളിലും കാണും അതിലും വലിയ പാട്. വിഷു ആയിട്ടേ ഇങ്ങനെയുള്ള വില കുറഞ്ഞ സംസാരത്തിനൊന്നും മറുപടി പറയാൻ എനിക്ക് താല്പര്യമില്ല. ഭാഗ്യമുണ്ടെങ്കിൽ എന്റെ കുഞ്ഞ് ജനിച്ചു കഴിയുമ്പോ നിങ്ങളുടെ എല്ലാ സംശയവും തീരും. കേട്ടോ മോളെ ഇവള് പറഞ്ഞത്? അത് ശരിയായിരിക്കും. കുഞ്ഞ് ജനിച്ചു കഴിയുമ്പോ ചിലപ്പോ കുഞ്ഞിന്റെ അച്ഛൻ കുഞ്ഞിനെ എടുത്തുകൊണ്ട് നിന്റെ കൂടെ നടക്കുന്നതേ ഞങ്ങൾക്കൊക്കെ കാണാൻ പറ്റിയേക്കും. അതോടെ ഞങ്ങൾക്ക് മനസ്സിലാവും അത് അനന്തുവാണോ അതോ ഇവളുടെ ഭർത്താവാണോ അതോ മാർക്കോ ആണോന്നൊക്കെ. ലക്ഷ്മിയെടുത്തി ഇതേപോലെ ഓരോന്ന് പറഞ്ഞ് വേദനിപ്പിക്കുന്നവർക്കൊക്കെ ഇരട്ടിയായിട്ട് തിരിച്ചടി കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് ദൈവകോപം എരന്ന് വാങ്ങാതെ പ്രാർത്ഥിക്കാനായിട്ടാ വന്നതെങ്കിൽ പ്രാർത്ഥിച്ചിട്ട് പോവാൻ നോക്ക്. അതെടി, പ്രാർത്ഥിക്കാൻ തന്നെയാ വന്നത്. നീയൊക്കെ ഒരു കാലത്തും നന്നാവരുതെന്ന് പ്രാർത്ഥിക്കാൻ. നീയൊക്കെ കേട്ടോടി, അമ്പല നടയിൽ വെച്ച് പറയാ. കണ്ണനെ പോലെ നന്മയുള്ളൊരു പയ്യനെ സങ്കടപ്പെടുത്തിയതിന് നിന്നെ കരയിക്കാൻ പോകുന്നത് മറ്റാരും അല്ലടി, നിന്റെ കുഞ്ഞു തന്നെയായിരിക്കും. മഞ്ജു, ഇനി ഇവിടെ നിന്നാ ഞാൻ എന്തെങ്കിലുമൊക്കെ പറഞ്ഞു പോവും. നല്ലൊരു വിഷുവാ, അത് വെറുതെ പാഴാക്കി കളയണ്ട. അതുകൊണ്ട് നീ വരാൻ നോക്ക്. അമ്മയാണ് എങ്കിലും പറയുക, ഈ പറഞ്ഞതൊക്കെ തിരിഞ്ഞു കൊത്താതിരുന്ന ഭാഗ്യം. വാ എടുത്തി. അമ്മയുടെ മോളുടെ കാര്യോ കഷ്ടം. അവൾക്ക് കൂറ് നമ്മളോടൊന്നുമില്ല. കണ്ണേട്ടിനോട് ഒരു സിമ്പതിയും ഇല്ല. മാസാമാസം അർഹതയില്ലാത്ത ഒരുത്തി കൊടുക്കുന്ന ശമ്പളത്തിലാ അവളുടെ കണ്ണ്. ഇതെല്ലാം കൂടെ പറഞ്ഞു വേണം മോളെ
എനിക്ക് ദേവിയുടെ മുമ്പിൽ നിന്ന് തൊഴുതു പ്രാർത്ഥിക്കാൻ. മോള് വാ. ഉണ്ണിയേട്ടൻ വരുന്നില്ലേ? ഞാൻ പുറത്തുനിന്ന് പ്രാർത്ഥിച്ചിട്ട് പൊയ്ക്കോളാം. മോനെ, കരുണ പറഞ്ഞ പോലെ കുറച്ച് വൈകി വന്നാ മതി. ഒരുപാട് കാര്യങ്ങള് ഞങ്ങൾക്ക് ദേവിയോട് പറയാനുണ്ട്. ശരി, നിങ്ങൾ പോയിട്ടോ. വാ. ദൈവത്തോട് പോലും എനിക്ക് ദേഷ്യം തോന്നുക. അതുപോലൊരു നാടക ഇവിടെ അരങ്ങേറുന്നത്. എന്റെ ദേവി, ദേവിയുടെ പേര് സ്വന്തമാക്കിയിട്ട് ദൈവത്തിന് നിരക്കാത്തത് ചെയ്യുന്നവള് മുടിഞ്ഞു പോണേ. അവളുടെയും ആ സാഗറിന്റെയും കയ്യിൽ നിന്ന് എന്റെ മോള് രക്ഷപ്പെടണേ ഭഗവതി. എന്റെ കുഞ്ഞു പോയ പോലെ അവൾക്കും കുഞ്ഞു നഷ്ടപ്പെടട്ടെ ദേവി. കണ്ണേട്ടനും ലക്ഷ്മിയും തമ്മിൽ ഇനി ഒരു കാലത്ത് ഒന്നിക്കല്ലേ. ഇന്ന് വിഷു കൈനീട്ട എനിക്ക് തന്നതുപോലെ വില കൂടിയ സമ്മാനങ്ങള് കണ്ണേട്ടന് തരാനുള്ള മനസ്സുണ്ടാക്കണേ. അതുപോലെ അനധികൃതമായിട്ട് ലക്ഷ്മി സ്വന്താക്കിയ സ്വത്തുക്കളെല്ലാം കണ്ണേട്ടന് തിരിച്ചു കിട്ടണേ. അത് പിന്നീട് ഞങ്ങൾക്ക് തന്നെ വന്നു ചേരണേ അമ്മേ, മാമയെ. ഇവിടിപ്പോൾ ആരുമില്ല. എങ്കിലും അയലത്തുള്ളവരൊക്കെ കണ്ട പ്രശ്നമാണ്. അതുകൊണ്ട് ഇങ്ങനെ വന്നാലല്ലേ പറ്റൂ. അത് മതി സാറേ. പിന്നെ മാഡം വിളിക്കുമ്പോൾ പറയാറുണ്ട് സൂക്ഷിച്ചു വേണേ സാറിനെയും കൊണ്ട് പോകാനെന്ന്. അപ്പോഴേ നമ്മൾ നേരെ മഹിയുടെ അടുത്തേക്കല്ല പോകുന്നത്. നമ്മൾ നേരത്തെ പോയിട്ടുണ്ടല്ലോ ഒരു ഒറ്റപ്പെട്ടൊരു അയ്യപ്പ ക്ഷേത്രത്തിൽ. അവിടെ വരെ ഒന്ന് പോകണം. അവിടെ മാർക്കോ വരാന്ന് പറഞ്ഞിട്ടുണ്ട്. അവനും ലോപ്പസിനും വിഷുക്കോടി കൊടുക്കണം. സദ്യ എവിടുന്നാണ് സാറേ? അനന്തന്റെ വീട്ടിൽ നിന്ന് കഴിക്കണം. എല്ലാവർക്കും ഇപ്പോൾ ഇരുന്ന്. എന്നിട്ട് പിന്നെ ഇവിടെ വന്ന് കഴിച്ചെന്ന് വരുത്തണം. ഞാൻ വൈകി വരുള്ളൂ എന്ന് എല്ലാവരോടും പറഞ്ഞിട്ടുണ്ട്. എന്നാ പിന്നെ കയറിക്കോ സാറേ. സാറിനിപ്പോ നന്നായിട്ട് നടക്കാം. എന്നിട്ടും സാറിന്റെ ഒരു പാടേ. ഒന്നാലോചിച്ചാ ഞാനുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ നിങ്ങളുടെയൊക്കെ ജീവിതം അടിപൊളിയാ. എന്റെ ജീവിതം ഇങ്ങനെ ആയിപ്പോയി സുമേഷേട്ടാ. അച്ഛൻ മരിച്ച ശേഷം ഞാൻ ഈ കുടുംബത്തിലുള്ളവരെ സ്നേഹിച്ചിട്ടേ ഉള്ളൂ. അവർക്കെല്ലാം ഹൃദയം പകുത്ത് കൊടുത്തിട്ടേ ഉള്ളൂ. പക്ഷെ ഞാനൊരു വിവാഹം കഴിച്ചത് അവരെയൊക്കെ സംബന്ധിച്ചിടത്തോളം വലിയ തെറ്റായിപ്പോയി. എന്റെ ഭാര്യയും കുഞ്ഞും മരിക്കാതിരിക്കാൻ വേണ്ടി ഇങ്ങനെയൊക്കെ അഭിനയിക്കേണ്ട ഒരു ഗതികേടായിപ്പോയി. സാരല്ലേട്ടാ, അടുത്ത വിഷയോടെ എല്ലാം കലങ്ങി തെളിയും. എന്റെ ഭാര്യയും കുഞ്ഞിനെ അകറ്റി നിർത്തിയിട്ട് എനിക്കിങ്ങനെ അധികാലം ജീവിക്കാൻ പറ്റില്ല. എന്നാ പിന്നെ വിട്ടോ. ശരി സാർ.
നന്നായി പ്രാർത്ഥിച്ചോ? ആ പ്രാർത്ഥിച്ചു. എന്താ പ്രാർത്ഥിച്ചത്? എത്രയും പെട്ടെന്ന് അലനോടൊപ്പം കൂടിച്ചേരാനുള്ള അവസരം ഉണ്ടാക്കണമെന്നാ ഞാൻ ദൈവത്തിനോട് പറഞ്ഞത്. ഏയ്, വിഷുവായിട്ട് എന്റെ കയ്യിൽ നിന്ന് തല്ലുകൊള്ളണ്ട നീ. നിനക്ക് ഈ ഭൂമി വിട്ടു പോകാനുള്ള സമയമൊന്നും ആയിട്ടില്ല. പക്ഷേ അവൾ എന്നെ വിട്ടു പോയിട്ടില്ല അമ്മേ. ആ പരാതി വേണമെങ്കിൽ ഞാൻ തീർക്കാം. അവളെ എന്നേക്കുമായി നിന്റെ അടുത്ത് നിന്ന് അവളുടെ ലോകത്തേക്ക് പറഞ്ഞുവിടാം. അയ്യോ, ചതിക്കല്ലേ അമ്മേ. വല്ലപ്പോഴും കൂടി അവളെ ഒന്ന് കാണുന്നതന്നെ ഭാഗ്യ. പതിവ് മുടക്കുന്നില്ല. ദാ ഇത് സൂക്ഷിച്ചു വെച്ചോളൂ. അതെ, ആ കണ്ണമോൻ ഇപ്പൊ വരും. ആ സമയത്ത് നീ എന്റെ അടുത്ത് നിക്കണ്ട. നമ്മൾ തമ്മിൽ പരിചയമുണ്ടെന്ന് ആ മോനെ അറിയണ്ട. അവിടെ ഒരു തർക്കം നടക്കുന്നുണ്ട്. മഹാലക്ഷ്മി കാണുന്നതും കണ്ണൻ സാറ് കാണുന്നതും ഒരേ അമ്മയെ തന്നെയാണെന്ന് രണ്ടാൾക്കും സംശയ. അവർക്ക് രണ്ടാൾക്കും ഒന്നിച്ച് ദർശനം കൊടുത്തൂടെ? കൊടുക്കണം. അതിനുള്ള സമയമായിട്ടില്ല. എന്നാ പിന്നെ നീ ചെല്ല്, പുറത്ത് നിക്ക. ആ മോൻ ഇപ്പൊ വരും. ശരി അമ്മ. നന്നായിട്ട് തൊഴുതോടാ. ഓ തൊഴുതു. ഞാനും പുറത്തുനിന്ന് ഭഗവാനെ ഒന്ന് വണങ്ങി. അതെന്താടാ മാർക്കോ, ഇവിടെ അങ്ങനെ തൊഴാനായിട്ട് ആരും വരാറില്ലല്ലോ. പിന്നെന്താ നീ ഇങ്ങനെ സ്ഥിരമായിട്ട് വരുന്നത്? എടാ, വൃശ്ചിക മാസത്തിലെ ഇവിടെ തിരക്കുള്ളത്. അല്ലാത്തപ്പോഴൊക്കെ വിജനവാ. പിന്നെ നിനക്കറിയാലോ, മലയാള മാസം 1-ാം തീയതി അത്യാവശ്യം തിരക്കൊക്കെ ഉണ്ടാവും. പിന്നെ ഉത്സവത്തിന്. പക്ഷേ എനിക്കിവിടെ വരുമ്പോ വല്ലാത്തൊരു തണുപ്പ് അനുഭവപ്പെടുന്നത്. ഭഗവാൻ സ്വയംഭൂവാ. അതിന്റെ ഒരു ശക്തി ഇവിടെ ഉണ്ടടാ. ആ ദേ കണ്ണ സാർ എത്തിയല്ലോ. ആ ഞാൻ വരാൻ വൈകിയോ? ഏയ് ഇല്ല സാറേ, ഞങ്ങള് വിശാലമായിട്ടൊന്ന് തൊഴുതു. സാറ് പെട്ടെന്ന് പോയി തൊഴുതിട്ടോ. അല്ല, ഭഗവാനെ കണ്ടിട്ട് നേരെ പോകുന്നത് ഞാൻ അനന്തുവിന്റെ വീട്ടിലേക്കാ. വിഷുവായിട്ട് നിങ്ങൾ അങ്ങോട്ടേക്ക് വരുന്നില്ലേ? ഞങ്ങളില്ല സാറേ. ഞങ്ങൾ വിഷുവിൻ്റെ അന്ന് സ്ഥിരമായിട്ട് പോകുന്ന ഒരു വൃദ്ധസദനമുണ്ട്. അവിടുത്തെ അമ്മമാരുമായിട്ടാ ഇന്നത്തെ സദ്യ. ഓ, എല്ലാവരുടെയും കയ്യിൽ നിന്ന് ഒരു വെള്ളി രൂപ കൈനീട്ടമായിട്ട് വാങ്ങുകയും ചെയ്യും. അത് ശരി. മാർക്കോയും ലോപ്പസിനെയും അങ്ങോട്ടേക്ക് കൂട്ടിക്കൊണ്ട് ചെല്ലണമെന്ന് മഹി ലേഖയൊക്കെ പറഞ്ഞതാ. നോക്കട്ടെ സാറേ, സമയം കിട്ടുവാണെങ്കിൽ ഇറങ്ങാം. സാറ് ചെല്ലേ, പെട്ടെന്ന് പ്രാർത്ഥിച്ചിട്ട് പോരെ. ശരി. ആ സാറും കിടിലോ ആയിട്ടാണ്. ആ പ്രതാപനെ തല്ലി ഒരു വഴിയാക്കിയില്ലേ? സാർ വീൽ ചെയറിലാവുന്നതിന് മുമ്പ് അത്യാവശ്യം കാര്യങ്ങളൊക്കെ പഠിച്ച കൂട്ടത്തില്ല. അതൊന്നും മറന്നുപോയിട്ടില്ലെന്ന് അയാളെ തല്ലിയപ്പോൾ മനസ്സിലായി. ഇനി ഒരുത്തനായിട്ട് 2 പൊട്ടിക്കണം. അത് സാറല്ല, നമ്മൾ തന്നെയാ. അനിയനാണെന്ന് പറഞ്ഞ് സാറിന്റെ വീട്ടിലുണ്ടല്ലോ ഒരുത്തൻ, അവനിട്ട്. അവനെ പൊക്കി ഒരു ദിവസം നമ്മുടെ വീട്ടിൽ കൊണ്ട് വെച്ചാലോ? സാറിന് ഒരുപാട് ശല്യം ചെയ്യുകയാണെങ്കിൽ അതൊക്കെ വേണ്ടി വരും. അന്നാ മന്ത്രവാദി പൂജ നടത്തിയ ദിവസമേ 2 കൊടുക്കണമെന്ന് ഞാൻ വിചാരിച്ചതാ. പിന്നെ അവന്റെ അമ്മയൊക്കെ നിന്നതുകൊണ്ടാ ഒന്നും ചെയ്യാത്തത്. അവനെ അനിയനല്ല, അവന്റെ ഏട്ടന്റെ അന്തകനാ.
ഇതെവിടുന്ന് വന്നു? എവിടുന്നെങ്കിലും ആയിക്കോട്ടെ, മോൻ ഇന്നിവിടെ വരുമെന്ന് എനിക്കറിയാമായിരുന്നു. എങ്ങനെ അറിയാമായിരുന്നു? അതൊക്കെ ഞാൻ അറിയുമെന്ന് കൂട്ടിക്കോളൂ. നന്നായി പ്രാർത്ഥിച്ചോ? പ്രാർത്ഥിച്ചു. ഈ അമ്പലത്തിൽ ഇടയ്ക്കിടയ്ക്ക് വരണം. ഇവിടെ വന്നു കഴിഞ്ഞാൽ പരിചയക്കാരും വരില്ല. ഇവിടെയുള്ളത് വലിയ ശക്തിയുള്ള ദേവനാ. അതുകൊണ്ട് തന്നെ ഇവിടെ ദേവൻ വിളിക്കുന്നവർ മാത്രമേ വരാറുള്ളൂ. അല്ലാത്തവർക്ക് വരാൻ തോന്നില്ല. ഈ പ്രദേശം ആകെ നശിച്ചു കിടക്കുക. അത് ഈ ദേവനോട് കാട്ടുന്ന അവഗണന കൊണ്ടാ. അത് പക്ഷേ ഇതുവരെ ആരും കണ്ടുപിടിച്ചിട്ടില്ല. ഒരു ദേവപ്രശ്നത്തിലും തെളിഞ്ഞിട്ടുമില്ല. നാട്ടുകാർക്ക് ഭാഗ്യം വരുമ്പോ അതൊക്കെ കണ്ടുപിടിക്കാൻ ആള് വരും. ദേ അമ്മയുടെ വക മോന് വിഷുക്കൈ നീട്ടം. മൂത്തവർ ഇളയവർക്കാണ് വിഷുക്കൈനീട്ടം തരേണ്ടത്. തിരിച്ചത് പാടില്ല. എന്നാലും തന്നോളൂ. ഞാനും എന്റെ ഭാര്യയും കാണുന്നത് ഒരേ അമ്മയാണോ എന്ന് ഞങ്ങൾക്ക് ഇതുവരെ തീർച്ചപ്പെടുത്താൻ കഴിഞ്ഞിട്ടില്ല. അങ്ങനെയാണെന്നാണ് വിശ്വാസം. എങ്കിലും ഒന്നിച്ച് കാണാൻ പറ്റിയിരുന്നെങ്കിൽ ഞങ്ങളുടെ രണ്ടാളുടെ സംശയം മാറിയാനെ. ഏയ്, മോന്റെ ഭാര്യ കാണുന്നത് എന്നെ ആയിരിക്കാൻ വഴിയില്ല. അത് മറ്റേതെങ്കിലും അമ്മയായിരിക്കും. അത് ഒന്നിച്ച് കണ്ടാലല്ലേ പറയാൻ പറ്റൂ. എന്നെങ്കിലും ഒരു ദിവസം രണ്ടാളും ഒന്നിച്ചു വരുമ്പോ ഞാൻ മുന്നിലേക്ക് വരാം. അങ്ങനെ വരുവോ? ഇവിടെ അമ്മ കാണോ? ഒന്നും പറയാൻ പറ്റില്ല. നാടോടിയാ. നാളെ എവിടെയാ പോകുന്നതെന്ന് എനിക്ക് പോലും നിശ്ചയില്ല. അങ്ങനെ ഒരു ഉൾവിളി ഉണ്ടാകും. അതിനനുസരിച്ചൊരൊറ്റ പോക്ക. എന്നേക്കാൾ കൂടുതൽ ആ സിദ്ധയായ അമ്മയെ കാണുന്നത് എന്റെ ഭാര്യയാ. അമ്പലങ്ങൾ ഒരുപാടുണ്ടല്ലോ മോനെ. മക്കൾ പരസ്പരം സ്നേഹിക്കുകയും അവര് മറ്റുള്ളവരെ സ്നേഹിക്കുകയും ചെയ്യുമ്പോ എന്നെപ്പോലുള്ള അമ്മമാര് അവരുടെ മുന്നിൽ പ്രത്യക്ഷപ്പെടും മോനെ. അമ്മമാരെ അവര് നോക്കും. ഇന്നത്തെ കാലത്ത് അമ്മമാരെ നോക്കാനാ ആളില്ലാത്തത്. ഞാനും എന്റെ അച്ഛനും കൂടെ വൃശ്ചിക മാസത്തിലെ തൃക്കാർത്തിക ദിവസം കുടുംബക്ഷേത്രത്തിൽ നിന്ന് തൊഴുതിട്ട് ബുള്ളറ്റ് കയറി പോകുമ്പോഴാ ഞങ്ങൾക്കൊരു അപകടം ഉണ്ടായത്. അന്ന് അമ്മയെപ്പോലൊരമ്മ മുന്നിലേക്ക് വന്നു. ആ അമ്മ എനിക്കൊരു അയ്യപ്പ വിഗ്രഹം തന്നു. പകരം ഞാൻ ആ അമ്മയുടെ പാത്രത്തിലേക്ക് ഒരു വെള്ളി നാണയം ഇട്ടുകൊടുത്തു. ആ വിഗ്രഹവും കൈ പിടിച്ചുകൊണ്ട് ബുള്ളറ്റ് യാത്ര ചെയ്യുമ്പോഴാ ഞങ്ങൾക്ക് വലിയൊരു അപകടം ഉണ്ടായത്. നല്ല മഴയുള്ളൊരു രാത്രിയായിരുന്നു അത്. ഞങ്ങളുടെ ബുള്ളറ്റിലേക്ക് ഒരു ലോറി പാഞ്ഞു കയറി. ആ അപകടത്തില് ഇനി ഒന്നും പറയണ്ട. ബാക്കിയൊക്കെ എനിക്കറിയാം. പക്ഷേ എനിക്കറിയാത്തതായി ഒന്നുണ്ടമ്മേ. അന്നെന്റെ കയ്യിൽ അയ്യപ്പ വിഗ്രഹം തന്ന അമ്മയും എന്റെ മുന്നിൽ നിൽക്കുന്ന ഈ അമ്മയും തമ്മിൽ വലിയ സാമ്യമുണ്ട്. ആ സംഭവം നടന്നിട്ട് എത്ര വർഷം കഴിഞ്ഞു മോനെ? അതൊരു 10-20 വർഷം കഴിഞ്ഞു. അപ്പൊ പിന്നെ ഈ അമ്മ ആ അമ്മ ആകുന്നത് എങ്ങനെയാ മോനെ? 20 വർഷത്തെ വാർദ്ധക്യം എന്തായാലും ആ അമ്മയ്ക്ക് കാണുമല്ലോ. ഇന്നിപ്പോ അവര് ജീവിച്ചിരിക്കണമെന്ന് പോലും ഇല്ല. പക്ഷേ ഇപ്പോഴെനിക്ക് നല്ല ഓർമ്മയുണ്ട്. തേജസ്സുള്ള മുഖവുമായി പുഞ്ചിരിയോടെ എന്റെ മുന്നിൽ നിന്ന ആ അമ്മയെ. അതേ രൂപത്തിലും ഭാവത്തിലുമാണ് ഇപ്പോ അമ്മ എന്റെ മുന്നിൽ നിൽക്കുന്നത്. അതാ ഞാൻ പറഞ്ഞത്, അമ്മമാര് ഒരുപാടുണ്ടല്ലോ. പിന്നെ അന്ന് ആ അമ്മ അയ്യപ്പ വിഗ്രഹം തന്നെങ്കിലേ അത് മോന്റെ രക്ഷയ്ക്ക് വേണ്ടിയിട്ടായിരിക്കും. എന്നിട്ട് രക്ഷപ്പെട്ടില്ലല്ലോ. എന്റെ അച്ഛൻ ആ അപകടത്തിൽ മരിച്ചില്ലേ? പക്ഷേ മോൻ അച്ഛനോടൊപ്പം പോയില്ലല്ലോ. അന്ന് തൊട്ട് എന്റെ അരിക്ക് താഴോട്ട് തളർന്നില്ലേ? ഞാൻ വീൽ ചെയറിലായില്ലേ? ഇപ്പൊ മോൻ വീൽ ചെയറിലല്ലോ.
ഇപ്പൊ മോൻ ഒരിക്കലും കിട്ടില്ല എന്ന് കരുതിയതൊക്കെ കിട്ടിയില്ലേ? മോന്റെ സംസാരത്തിന്ന് നല്ലൊരു ഭാര്യയെ കിട്ടിയെന്ന് മനസ്സിലായി. അതൊരു വലിയ ഭാഗ്യല്ലേ മോനെ? അല്ല, അന്ന് അമ്മയൊരു അയ്യപ്പ വിഗ്രഹം തന്നു എന്ന് പറഞ്ഞല്ലോ, അതിപ്പോ എവിടെയുണ്ട്? അറിയില്ല. പിന്നെ എന്റെ ഭാര്യ വിവാഹശേഷം ഒരു അയ്യപ്പ വിഗ്രഹമായിട്ടാ വന്നത്. അന്നെന്റെ കയ്യിൽ നിന്ന് തെറിച്ചുപോയ ആ വിഗ്രഹവും ഇപ്പൊ എന്റെ വീട്ടിലുള്ള ആ അയ്യപ്പ വിഗ്രഹവും തമ്മിൽ നല്ല സാമ്യമുണ്ട്.